ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ ചോദ്യത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1, നഖ്റുൽ ഫിഖറത വനുജീബു. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റക്കിബ അബ്ദുൽ ബാസിദ് അൽ ഖിത്വാറ മിൻ മഹത്വതി തിരുവനന്തപുരം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അബ്ദുൽ ബാസിത്ത് തീവണ്ടിയിൽ കയറി. വസ്വലയിലൽ ബൈത്തി ലൈലൻ. അങ്ങനെ രാത്രിയായപ്പോഴാണ് അവൻ വീട്ടിലെത്തിയത്. നാമബൈദൽ അഷായി. അങ്ങനെ രാത്രി ഭക്ഷണശേഷം അവൻ ഉറങ്ങി. ഫി മുൻതസഫിൽ ലൈലി ഖാമ അബ്ദുൽ ബാസിത്ത് മിനൻ നൗമി. അർദ്ധരാത്രിയായപ്പോൾ അബ്ദുൽ ബാസിത്ത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. വ ബകാ മിൻ അലമിൽ ബത്വൻ. അങ്ങനെ വയറുവേദന ആയിക്കൊണ്ട് അവൻ കരഞ്ഞു. അസ്റാ ബിഹി വാലിദുഹു ഇലൽ മുസ്തശ്ഫ. അങ്ങനെ അവനെയും കൊണ്ട് അവന്റെ ഉപ്പ ഹോസ്പിറ്റലിലേക്ക് ധൃതിപ്പെട്ടു നടന്നു. ഫഹസ്വ ത്വബീബു അബ്ദുൽ ബാസിത്ത് വവസഫ ലഹു അദ്ദവാ. ഡോക്ടർ അബ്ദുൽ ബാസിത്തിനെ പരിശോധിച്ച് അവന് മരുന്ന് നൽകി. നഖ്താർ, തെരഞ്ഞെടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബക്ക അബ്ദുൽ ബാസിത്ത് മിൻ ഡാഷ്. അബ്ദുൽ ബാസിത്ത് ഡാഷ് കൊണ്ട് കരഞ്ഞു. എന്തിനായിരുന്നു അബ്ദുൽ ബാസിത്ത് കരഞ്ഞിരുന്നത്? എന്തെല്ലാമാണ് ഇവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? അലമിൽ അസ്നാൻ, പല്ലുവേദന കൊണ്ട്. അലമിൽ റിജിൽ, കാലുവേദന കൊണ്ട്. അലമിൽ ബത്വനി, വയറുവേദന കൊണ്ട്. എന്തിനായിരുന്നു? വയറുവേദന കൊണ്ടായിരുന്നു അല്ലേ? മിൻ അലമിൽ ബത്വൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അസ്റഅ ബിഹി വാലിദുഹു ഇല ഡാഷ്. അവനെയും കൊണ്ട് അവന്റെ ഉപ്പ ഡാഷിലേക്ക് ധൃതിപ്പെട്ടു പോയി. എവിടേക്കായിരുന്നു അബ്ദുൽ ബാസിത്തിനെയും കൊണ്ട് അവന്റെ ഉപ്പ പോയിരുന്നത്? എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? അൽ മദ്രസത്തി, സ്കൂളിലേക്ക്. അൽ മുസ്തശ്ഫ, ഹോസ്പിറ്റലിലേക്ക്. അസ്സൂഖി, മാർക്കറ്റിലേക്ക്. എവിടേക്കായിരുന്നു? ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഇലൽ മുസ്തശ്ഫ. നെക്സ്റ്റ് വൺ, നുജീബ്, ഉത്തരമെഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ, മിൻ ഐന റക്കിബ അബ്ദുൽ ബാസിത്ത് അൽ ഖിത്വാറ. എവിടെ നിന്നായിരുന്നു അബ്ദുൽ ബാസിത്ത് തീവണ്ടിയിൽ കയറിയിരുന്നത്? മിൻ മഹത്വതി തിരുവനന്തപുരം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, മത്താ വസ്വല അബ്ദുൽ ബാസിത്ത് ഇലൽ ബൈത്തി. അബ്ദുൽ ബാസിത്ത് വീട്ടിലെത്തിയത് എപ്പോഴായിരുന്നു? രാത്രിയായിരുന്നു അല്ലേ? ലൈലൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, മാതാ വസഫ ലഹു ത്വബീബു. എന്താണ് ഡോക്ടർ അവന് നൽകിയിരുന്നത്? മരുന്നുകളായിരുന്നു അല്ലേ? അദ്ദവാ. റാഖബ അബ്ദുൽ ബാസിത്ത് അമല ത്വബീബി. അബ്ദുൽ ബാസിത്ത് ഡോക്ടറുടെ പ്രവൃത്തികളെല്ലാം നിരീക്ഷിച്ചു. ഫതഅജ്ജബ മിൻ ഖിദ്മതിഹി. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കണ്ട് അവന് അത്ഭുതമായി. ആക്ടിവിറ്റി 2, നുക്കമ്മിലുൽ ബയാന ബിഖ്തിയാരിൽ കലിമാത്തിൽ മുനാസിബ. താഴെ നൽകിയിരിക്കുന്ന ബോക്സിൽ നിന്ന് അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് അതിന് താഴെ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? നഹാറൻ, പകൽ. ത്വബീബുൻ, ഡോക്ടർ. അദ്ദവാ, മരുന്ന്. അൽ മുഅത്തഫ്, കോട്ട്. അൽ മരീൽ, രോഗി. ഹാദാ ഡാഷ്. ഇത് എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഇത് ഒരു ഡോക്ടറാണ് എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. ഹാദാ ത്വബീബുൻ യഅമലു ഫിൽ മുസ്തശ്ഫ. അദ്ദേഹം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. യഫ്ഹസു ഡാഷ് ലൈലൻ വ ഡാഷ്. അദ്ദേഹം പരിശോധിക്കുന്നു. ആരെയാണ് പരിശോധിക്കുന്നത്? രോഗികളെയാണ് അല്ലേ? യഫ്ഹസുൽ മരീള. പിന്നെയോ ലൈലൻ വ ഡാഷ്, രാത്രിയും. പിന്നെയോ പകലും അല്ലേ? രാത്രിയും പകലും രോഗികളെ അദ്ദേഹം പരിശോധിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? വ നഹാറൻ. പിന്നെയോ യസിഫു ഡാഷ്, അദ്ദേഹം നൽകുന്നു. എന്താണ് നൽകുന്നത്? മരുന്നുകളാണ് അല്ലേ? യസിഫു ദവാ. പിന്നെയോ യൽബസു ത്വബീബു ഡാഷ് അൽ അബിയദ. ഡോക്ടർ വെള്ള നിറത്തിലുള്ള ഡാഷ് ധരിക്കുന്നു. എന്താണ് ധരിക്കുന്നത്? കോട്ടാണ് അല്ലേ? യൽബസു ത്വബീബു അൽ മുഅത്തഫുൽ അബിയദ യുഹിബ്ബുൽ കിബാറു വസ്യഗാറു. വലിയവർക്കും ചെറിയവർക്കും അദ്ദേഹത്തെ നല്ല ഇഷ്ടമാണ്. വഫിൽ ഗദി ഖറജ അബ്ദുൽ ബാസിത്ത് മഅ സ്വദീഖിഹി സുനിൽ ഇലൽ മദ്രസത്തി. പിറ്റേന്ന് അബ്ദുൽ ബാസിത്ത് അവന്റെ കൂട്ടുകാരൻ സുനിലിന്റെ കൂടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ജറ ബൈനഹുമാ ഹിവാർ. അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആക്ടിവിറ്റി 3, നുകമ്മിലുൽ ഹിവാർ. ആ സംഭാഷണമാണ് നമ്മൾക്കിനി പൂർത്തിയാക്കേണ്ടത്. സുനിൽ എന്താണ് പറയുന്നത്? സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്.
അബ്ദുൽ ബാസിദ് സ്വബാഹൻ നൂർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സുനിൽ എന്താണ് പറയുന്നത്? ഡാഷ് വസ്വൽത്ത് മിൻ തിർഫാന്ദ്രം, നീ തിരുവനന്തപുരത്ത് നിന്നും എത്തിയത്. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്നും എത്തിയത് എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? മത്ത. അപ്പോൾ അബ്ദുൽ ബാസിത്ത് എന്താണ് പറയുന്നത്? അംസി, ഇന്നലെ. സുനിൽ എന്താണ് പിന്നീട് ചോദിക്കുന്നത്? കൈഫ കാനത്തി ഡാഷ്, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്ര എന്നായിരിക്കും അല്ലേ? കൈഫ കാനത്തി റിഹ്ല. അപ്പോൾ അബ്ദുൽ ബാസിത്ത് എന്താണ് പറയുന്നത്? മുംതിഅ, നല്ല രസമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ സുനിൽ എന്താണ് ചോദിക്കുന്നത്? മാതാ സ്വാബക്ക, നിനക്ക് എന്തായിരുന്നു പറ്റിയിരുന്നത്? അപ്പോൾ അബ്ദുൽ ബാസിത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അബ്ദുൽ ബാസിത്തിന് വയറുവേദനയായിരുന്നു അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? അലമുൽ ബത്വൻ. അപ്പോൾ സുനിൽ എന്താണ് ചോദിക്കുന്നത്? കൈഫ ഹാലുക്കൽ ആൻ, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ അബ്ദുൽ ബാസിത്ത് എന്താണ് തിരിച്ചു പറയേണ്ടത്? അവൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? സീൻ, അൽഹംദുലില്ല. അൽഹംദുലില്ല, സുഖമുണ്ട്. വഫി ത്വരീഖി ഇസ്തറ അബ്ദുൽ ബാസിത്ത് ബഅദ അൽ മദ്രസിയത്തി മിനൽ ഖർതാസിയ. വഴിയിൽ വെച്ച് അബ്ദുൽ ബാസിത്ത് സ്റ്റേഷനറി കടയിൽ നിന്ന് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആക്ടിവിറ്റി 4 നുകമ്മിലുൽ ഫാത്തൂറത ബിമുസാഅദതി ഖായിമത്തിൽ അസ്ആർ. താഴെ നൽകിയിരിക്കുന്ന വില വിവര പട്ടിക നിരീക്ഷിച്ച ശേഷം അതിന് താഴെ നൽകിയിരിക്കുന്ന ബില്ല് കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടികയിൽ മുകളിൽ തന്നെ പേര് നൽകിയിട്ടുണ്ട്. അൽ വുറൂദുൽ ഖർതാസിയാത്ത് കണ്ണൂർ. പിന്നെയോ ഖായിമത്തുൽ അസ്ആർ, വില വിവരം. പിന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? അന്നൗ, ഇനങ്ങൾ നൽകിയിട്ടുണ്ട്. അൽ ഖീമ, ഇനങ്ങളുടെ വിലയും നൽകിയിട്ടുണ്ട്. എന്തെല്ലാം ഇനങ്ങളാണ് ഇവിടെയുള്ളത്? മിഖസ്, കത്രിക, എത്രയാണ് വില? 10 രൂപ, 10 രൂപ. ഐറാ, എന്താണ്? പശ, എത്രയാണ് വില? 5 രൂപ, 5 രൂപ. പിന്നെയോ മിസ്തുറ, സ്കെയിൽ, എത്രയാണ് വില? 5 രൂപ. പിന്നെയോ കലം, പേന, എത്രയാണ് വില? 10 രൂപ, 10 രൂപ. പിന്നെയോ ദബ്ബാസ, സ്റ്റേപ്ലർ, എത്രയാണ് വില? 30 രൂപ, 30 രൂപയാണ്. മഹായ, എറേസറിന് എത്രയാണ് വില? 3 രൂപ, 3 രൂപയാണ് വില. വറഖുൻ മുലവ്വിനുൻ, വർണ്ണക്കടലാസിന് എത്രയാണ് വില? 2 രൂപ, 2 രൂപയാണ് വില. കലമുൻ മുലവ്വിനുൻ, കളർ പെന്നിന്റെ വില എത്രയാണ്? 10 രൂപ, 10 രൂപയാണ് വില. ഇനി നമ്മൾക്ക് താഴെ നൽകിയിരിക്കുന്ന ബില്ല് പൂർത്തിയാക്കാമല്ലോ. കടയുടെ പേര് ബില്ലിന് മുകളിൽ നൽകിയിട്ടുണ്ട്. പിന്നെയോ റഖമുൽ ഫാത്തൂറ, ബിൽ നമ്പർ നൽകിയിട്ടുണ്ട്. അത്താരിഖ്, ഡേറ്റും നൽകിയിട്ടുണ്ട്. ഇനി കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 സാധനങ്ങൾ അന്നൗ, ഇനങ്ങൾക്ക് താഴെ എഴുതാം. ഇനി അടുത്ത കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? അൽ കമ്മിയ, എത്ര എണ്ണമാണ് കൂട്ടുകാർ വാങ്ങുന്നതെന്ന് അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെയോ അൽ ഖീമ, അതിനു നേരെ അതിന്റെ വിലകളും എഴുതുകയാണ് വേണ്ടത്. പിന്നെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? താഴെ അൽ മജ്മൂ, ആകെ എത്രയാണ് വില ആയിരിക്കുന്നത് എന്ന് കൂട്ടി എഴുതുകയും വേണം. ഈ ബില്ല് നമ്മൾക്കൊന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ. മിഖസ്, എത്ര എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്? 1 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. അതിന്റെ വില എത്രയാണ്? 10 രൂപ. പിന്നെയോ മിസ്തുറ, എത്ര എണ്ണമാണ്? 1 എണ്ണമാണ്. അതിന്റെ വില എത്രയാണ്? 5 രൂപ. പിന്നെയോ ദബ്ബാസ, എത്ര എണ്ണമാണ്? 1 എണ്ണമാണ്. അതിന്റെ വില എത്രയാണ്? 30 രൂപ. പിന്നെയോ വറഖുൻ മുലവ്വിനുൻ, എത്ര എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്? 2 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. ഒരെണ്ണത്തിന്റെ വില 2 രൂപ ആയതിനാൽ 2 എണ്ണത്തിന് 4 രൂപയാണ് ഉണ്ടാവുക. 4 രൂപ. പിന്നെ എന്താണ് വാങ്ങിയിരിക്കുന്നത്? കലമുൻ മുലവ്വിനുൻ, കളർ പെന്നുകൾ എത്ര എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്? 2 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. ഒന്നിന്റെ വില എത്രയാണ്? 10 രൂപയാണ്. 2 എണ്ണത്തിന് 20 രൂപ. 20 രൂപ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് ഉണ്ടാവുക? അൽ മജ്മൂ 69 രൂപ, 69 രൂപ. ദഖലത്തിൽ മുദരിസത്തു സ്വഫ വഅൻഷദത് നശീദ, ക്ലാസ് ടീച്ചർ വന്ന് ഒരു പാട്ട് പാടി. ആക്ടിവിറ്റി 5 നുകമ്മിലുൽ മൻദൂം, കവിത പൂരിപ്പിക്കാം. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കി കവിതയിലെ വരികൾ പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ബിലാദി ഫീക്ക് അൻഹാറുൻ, ബിലാദി ഫീക്ക് അഷ്ജാറുൻ, എന്റെ നാടെ നിന്നിൽ പുഴകളുണ്ട്, മരങ്ങളുമുണ്ട്. പിന്നെയോ മുകളിൽ നൽകിയ വരികൾ പോലെ താഴേക്കും പൂരിപ്പിച്ചാൽ മതി. ബിലാദി ഫീക്ക് ഡാഷ്, എന്തെഴുതാം നമ്മൾക്ക്? അഹ്റാസുൻ. പിന്നെയോ ബിലാദി ഫീക്ക് ഡാഷ്, എന്തെഴുതാം? അസ്ഹാറുൻ.
നാടേ നിന്നിൽ ചെടികളുണ്ട് പൂക്കളുമുണ്ട്. ബിലാദേ ഫീക്ക് ഡാഷ്. എന്താണ് ചിത്രത്തിൽ പിന്നീട് കാണുന്നത്? മലകളാണ് അല്ലേ? ബിലാദേ ഫീക്ക് ജിബാലുൻ ഡാഷ് ഫീക്ക് അത്തുയാറുൻ. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ബിലാദേ ഫീക്ക് അത്തുയാറുൻ. നാടേ നിന്നിൽ പക്ഷികളുമുണ്ട്. അറളത്തിൽ മുദരിസത്തു അലശാശത്തി സൂറത്ത് റോബോട്ട്. ടീച്ചർ സ്ക്രീനിൽ ഒരു റോബോട്ടിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു. തൊലബത്തിൽ മുദരിസത്തു തസ്മിയത്തൽ അഷ്കാൽ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് കുട്ടികളോട് ചോദിച്ചു. ആക്ടിവിറ്റി 6 നുക്കമ്മിൽ പൂരിപ്പിക്കാം. കാല മാജിദ്. മാജിദ് എന്താണ് പറഞ്ഞത്? ഷക്ലുർ റഅസി ഡാഷ്. തലയുടെ രൂപം എന്താണ്? വൃത്തമാണ് അല്ലേ? എന്താണ് നമ്മൾ വൃത്തത്തിന് പഠിച്ചിരിക്കുന്നത്? ദാഇറ. ഷക്ലുർ റഅസി ദാഇറ. പിന്നെയോ കാലത്ത് ഫാത്തിമ. ഫാത്തിമ എന്താണ് പറഞ്ഞത്? ഷക്ലുൽ അംഫി. മൂക്കിന്റെ രൂപം എന്താണ്? മുസല്ലസ്. ത്രികോണാകൃതിയാണ് അല്ലേ? കാല സുനിൽ. സുനിൽ എന്താണ് പറഞ്ഞത്? ഷക്ലുർ റിജ്ലി ഡാഷ്. എന്താണ് കാലിന്റെ രൂപം? ദീർഘചതുരമാണ് അല്ലേ? എന്താണ് നമ്മൾ ദീർഘചതുരത്തിന് പഠിച്ചിരിക്കുന്നത്? മുസ്തത്വയിൽ. പിന്നെയോ കാല അബ്ദുൽ ബാസിത്ത്. അബ്ദുൽ ബാസിത്ത് എന്താണ് പറഞ്ഞത്? ഷക്ലുൽ ബത്വനി. വയറിന്റെ രൂപം എന്താണ്? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? സ്ക്വയർ ആണ് അല്ലേ? എന്താണ് സ്ക്വയറിന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? മുറബ്ബ. ഷക്ലുൽ ബത്വനി മുറബ്ബ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.